വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും ലവ്, റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാറ്. സോ നമ്മളും അത് തന്നെ സംസാരിക്കാമെന്ന് കരുതി. കുറേ പേര് റിലേഷൻഷിപ്സ് കുറേ നാളുകൾ കൊണ്ടുപോകുന്ന കാണാറുണ്ട് അല്ലേ? പക്ഷെ ചില ആൾക്കാരുടെ റിലേഷൻഷിപ്സ് അത്രയ്ക്കങ്ങ് ലാസ്റ്റ് ചെയ്യാറില്ല, പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സോ എന്തായിരിക്കും അതിന് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റിലേഷൻഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്നേഹം മാത്രം പോരാ. നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നില്ല. മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ സേഫ്റ്റി, ഇൻറ്റിമസി. ഈ 3 കാര്യങ്ങളിലാണ് പൊതുവേ റിലേഷൻഷിപ്സ് മുന്നോട്ട് പോകാറുള്ളത്. സോ നമുക്കിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്യാട്രിസ്റ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. എങ്ങനെയാണ്, എന്താണ്? ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പിന്നെ എന്താണ് അതിനൊരു പ്രശ്നം? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ? നമ്മൾ സാധാരണ എല്ലാവരോടും സംസാരിക്കുന്ന പോലെ അല്ല റിലേഷൻഷിപ്സിൽ വരിക. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്പേസിൽ നിന്ന് ടൈം എടുത്ത് കൊടുക്കുന്നത് ഈ ആളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറേ കൂടെ പേഴ്സണലാണ്. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളും അതേപോലെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നമ്മളും അതേപോലെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയുക, ഒരു വഴക്കിടുന്ന പോലെയോ ഒരു ഡിബേറ്റ് പോലെയോ ചെയ്യാതിരിക്കുക. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക. ഇതിനൊരു ഉത്തരം പറയണം, ഇതിനൊരു കൗണ്ടർ പറയണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഡിഫെൻസീവായിട്ടിരിക്കണം എന്ന രീതിയിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഹെൽത്തി ആയിട്ട് നടക്കത്തില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വാ തുറന്ന് പറയണം എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് എൻ്റെ സൈലൻസ് മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് പോകാമെന്ന് ചോദിക്കുന്നവർ. സൈലൻസ് മനസ്സിലാക്കാൻ നമ്മളാരും മൈൻഡ് റീഡേഴ്സ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് മനസ്സിൽ എന്താണുള്ളത്, മറ്റേയാളുടെ മനസ്സിൽ എന്താണുള്ളത്, അതിപ്പോൾ എത്ര ക്ലോസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അതിനേക്കാൾ നല്ലത് നമ്മൾ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. അപ്പോൾ മൈൻഡ് റീഡറായിട്ട് മറ്റേയാൾ ഇരിക്കണം എന്ന് വിചാരിക്കാതെ വാക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ആൻഡ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വായി തോന്നിയതെല്ലാം വിളിച്ച് പറയാന്നുള്ളതും അല്ല. നമ്മൾ കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിട്ട് സംസാരിക്കണം. ചില ആളുകൾ കുറച്ച് എടുത്ത് ചാടി പറയുന്നവരുണ്ടാവാം. സോ അങ്ങനെയുള്ള ആൾക്കാർ അതിൽ കുറച്ച് വർക്ക് ചെയ്യണം. മറ്റേ ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പറയാൻ അറിയാത്തവരുണ്ട്, അവരത് ട്രെയിൻ ചെയ്ത് സംസാരിക്കണം. ചില ആളുകൾക്ക് എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ അങ്ങനെ എപ്പോഴും ഉള്ളിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ഷട്ടറിട്ട് പുറത്ത് നിർത്തിയ പോലെ ഇരിക്കും. അപ്പോൾ ആ ആൾക്ക് നമ്മളുമായിട്ടൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. സോ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മറ്റാളെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കാതെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, എനിക്ക് ഇങ്ങനെയാണ് അത് തോന്നിയത്, അല്ലാതെ നീ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാണ് ചെയ്യുന്നത്, നീ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം എന്ന് പറയാതെ ഇങ്ങനെ സംസാരിക്കാൻ നോക്കുക. ആൻഡ് റെസ്പെക്ട്ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ നമ്മൾ പാർട്ട്നേഴ്സൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മളൊരു വേറൊരു ഇൻഡിവിജ്വലിനോടാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു പരസ്പര ബഹുമാനം ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. ആൻഡ് പറ്റുമെങ്കിൽ ഇതിനൊക്കെ ഒരു സമയം നോക്കുക. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വേറൊരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നു, അതിനിടയ്ക്ക് പോയിട്ട് വഴക്കിടുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തിട്ട് പിന്നീട് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുക. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. ചില ആൾക്കാർ അപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി സ്പേസ് എടുക്കാൻ നോക്കും. അപ്പോൾ മറ്റേ ആൾക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ ചെയ്യാതെ ആ സ്പേസ് അയാൾക്ക് കൊടുക്കുക. ആൻഡ് സ്പേസ് എടുക്കുന്ന ആൾ ഇയാളോട് പറയുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരാം, അപ്പോൾ നമുക്ക് സംസാരിക്കാം. ആൻഡ് ആ ടോപ്പിക്ക് വീണ്ടും എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കൂട്ടി വെച്ച് റിസെൻമെൻ്റ് ആകും, പിന്നീട് ഇത് വലിയൊരു പ്രശ്നമാകും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സേഫ്റ്റിയാണ് അല്ലേ? നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോഴാണെങ്കിലും നമ്മൾ സേഫ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് പേടിയുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. നമ്മളെ മറ്റേ ആൾ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ പേടിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇമോഷണലി സേഫ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് നമ്മുടെ പാർട്ട്ണർ നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും ഇമോഷണലി സേഫ് ആകാൻ നോക്കുക. മറ്റേയാൾക്ക് പറയുമ്പോൾ മറ്റേയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് അത് തുറന്നു പറയാനും അല്ലെങ്കിൽ അതിന് എക്സ്പ്രസ് ചെയ്യാനും അതിനുള്ളൊരു സ്പേസ് കൊടുക്കുക. ഇപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുമ്പോൾ തന്നെ മുഖം വീർപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ മൗനവ്രതത്തിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക, ഇറങ്ങിപ്പോവുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും സംസാരിക്കുകയോ അങ്ങനെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാനോ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഡിസ്റ്റൻസ് കൂടും. സോ അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്. പാസീവ് അഗ്രഷൻ ഒരുപാട് കൊടുക്കാതെ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. സോ അങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും അവർക്ക് പിന്നെയും അത് പറയാനുള്ള ധൈര്യം തോന്നും. ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നമുക്ക് എല്ലാവർക്കും തെറ്റുകളുണ്ടാകും. നമ്മളെല്ലാവരും ഗ്രീൻ ഫ്ലാഗ്സ് ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ റെഡ് ഫ്ലാഗ്സ് നമ്മൾ മനസ്സിലാക്കുക. മറ്റേ ആളുടെ പ്രശ്നങ്ങൾ മാത്രം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക.
ചെയ്യാതെ നമ്മുടെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, മറ്റേയാളും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ പതിയെ പതിയാണ് നമ്മൾ ബെറ്ററായി വരുന്നത്. അത് ചെയ്യാൻ നോക്കുക. ഇമോഷണൽ സേഫ്റ്റിയിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാം 2 ഇൻഡിവിജ്വൽസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. നമ്മളുടേതായ ഇഷ്ടങ്ങൾ, നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരാൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, മറ്റേയാൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇയാൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ ഫ്രണ്ട് സർക്കിളിൽ വലിയതാണ്, മറ്റേ ആൾക്ക് അത്ര താല്പര്യമില്ല, സോ ഈ ഫ്രണ്ട്സിനെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെയൊന്നും വരാതിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ് കൂടെ വേണം. എന്നാലും മാത്രമേ ഇതൊരു ബാലൻസിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബേർഡനും പാർട്ട്ണറിൻ്റെ തലയിലായില്ലേ. അങ്ങനെ ചെയ്യാതെ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണം. അപ്പോൾ മറ്റേ ആൾക്ക് നമ്മൾ കുറേ കൂടെ ബെറ്റർ ഒരു വേർഷൻ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ടും അത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കും ആ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ സെക്ഷൽ ഇൻറ്റിമസി മാത്രമല്ല, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമല്ല, നമുക്ക് ഡീപ്പായിട്ടൊരു ഇൻറ്റിമസി ഉണ്ട് അല്ലേ. സോ നമ്മൾ ഡേ ടു ഡേ എന്തോ പച്ചക്കറി വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, അല്ല ഓഫീസിൽ എന്ത് നടന്നു അതൊക്കെ സംസാരിച്ചു. പക്ഷെ അതും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു കോൺവെർസേഷനൊക്കെ പാർട്ട്ണറോട് ചെയ്യാൻ പറ്റണം. നമ്മൾ പണ്ടിങ്ങനെ പറഞ്ഞിട്ടില്ലേ, പൃഥ്വിരാജ് പറയുന്നത് ഇൻ്റർവ്യൂവിലൊക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ കൂടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം വേണ്ടതെന്ന്. അന്ന് കുറേ പേര് അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായി പോകും. അല്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന, നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമ്മളുടെ പൊളിറ്റിക്കൽ വ്യൂസ് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് സംസാരിച്ച് വളരെ ഇൻ്റലക്ച്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇൻറ്റിമസിയുടെ പാർട്ടാണ്. ഇപ്പോൾ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള വൾണറബിലിറ്റീസ്, നമ്മുടെ ഇമോഷൻസ്, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഫിസിക്കൽ അട്രാക്ഷനിൽ മാത്രം ഒരു റിലേഷൻഷിപ്പും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എപ്പോഴും അത് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒന്ന് കൈപിടിക്കുക, ചെറിയ ചെറിയ ജസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഒരു കിസ് കൊടുക്കുക, അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും റിലേഷൻഷിപ്സൊക്കെ വളരെ ഈസി ആയിട്ട് ലവ് ഉണ്ടെങ്കിൽ അങ്ങ് നടന്നു പോകും. പ്രണയം മാത്രമല്ല റിലേഷൻഷിപ്പിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അത് ജസ്റ്റ് ഒരു കുഞ്ഞു ഫാക്ടറാണ്. അതിനേക്കാൾ അപ്പുറം പ്രണയിക്കുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ആൻഡ് നമുക്ക് മറ്റേ ആളെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വയം നല്ലൊരു പാർട്ട്ണർ ആകുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ എല്ലാവരും റൈറ്റ് വണ്ണൊക്കെ തേടി നടക്കുമായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ ശരിയാണോ, നമ്മൾ ഓക്കെ ആണോ എന്നുകൂടെ നോക്കുക. എന്നിട്ട് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്, അടുത്ത ഒരു റിലേഷൻഷിപ്പിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാതെ നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങൾ തന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ നിൽക്കുക. ആ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കും. നമ്മളുടെ റിലേഷൻഷിപ്പ് കുറേ കൂടെ സെക്യൂർ ആവും. അപ്പോൾ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടും. നമുക്ക് എന്തൊക്കെയാണ് പറ്റിപ്പോയത് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ നമ്മൾ അടുത്ത റിലേഷൻഷിപ്പിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. റിലേഷൻഷിപ്സ് ഒത്തിരി വർക്ക് ഉള്ള ഒരു കാര്യമാണ്. നല്ല എഫേർട്ടാണ് റിലേഷൻഷിപ്സ് കൊണ്ടുപോകാൻ എന്നുള്ളത്. ആൻഡ് അതൊരു നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ സേഫ്റ്റി, ഇൻറ്റിമസി, ഈ കാര്യങ്ങളിലൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അത് കുറച്ചുകൂടെ കാലം മുന്നോട്ട് പോകും. ആൻഡ് നിങ്ങൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ സിംഗിൾ ആയിക്കോട്ടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഹെൽപ്പ് വേണമെങ്കിൽ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ എടുക്കുക. ആ ഒരു ന്യൂട്രലായിട്ടൊരു തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വേറൊരാൾ വന്നിട്ട് എന്ത് പറയാനാണെന്ന് വിചാരിക്കാതെ, അല്ലെങ്കിൽ അവർ പാർഷ്യലാകുമെന്ന് വിചാരിക്കാതെ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ തരാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടി അല്ലേ, നമുക്കൊരു വേറെ പേഴ്സ്പെക്റ്റീവ് നിന്ന് ഒരാൾ നോക്കി പറഞ്ഞു തരുമ്പോൾ നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻ്റ് ആയിട്ട് എഴുതുക. താങ്ക് യു.